ഈ മലയാള മനോരമ എന്താ ഇങ്ങനെയൊക്കെയായി പോയത്? രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത് കൂടുതൽ ശക്തമായിരിക്കുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അത് 100% വിജയനാഥ് പറഞ്ഞത് സത്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മനോരമ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, മനോരമ എന്ന് പറഞ്ഞാൽ ഇന്ദിരയാണ്. അപ്പോൾ പി എൻ ഹക്സർ അല്ല, ബറുവ കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ, AICC പ്രസിഡൻ്റായിരിക്കുമ്പോൾ ടി കെ ബറുവ അസംകാരനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, പേര് കേട്ട ഒരു വാക്യം. അതായിരുന്നു ഒരിക്കൽ മനോരമയുടെയും മാതൃഭൂമിയുടെയും എല്ലാം തലക്കെട്ടും. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ. പുതിയൊരു യുഗത്തിൻ്റെ യുഗസംക്രമത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് എഴുതി വെച്ചതാണ്. അത് കാമരാജ്, നിജലിംഗപ്പ ഇങ്ങനെയൊക്കെയുള്ള പഴയ തലമുറയിലെ നേതാക്കളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ദിരയുടെ ഒരു വരവാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നു, ബാങ്ക് ദേശസാൽക്കരണം നടപ്പാക്കുന്നു, പഴയ തലമുറയെ മുഴുവൻ തള്ളിക്കൊണ്ട്. ഇതെല്ലാം നേരെ ഇപ്പോൾ തിരിഞ്ഞ് 360 ഡിഗ്രി തിരിഞ്ഞു. മൻമോഹൻ സിംഗ് തന്നെ കോൺഗ്രസിന് വേണ്ടി അത് ചെയ്തു, നിർവഹിച്ചു. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് മലയാള മനോരമയുടെ ഡൽഹിയിലെ ലേഖകന്മാരായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ നയങ്ങൾ തീരുമാനിച്ചിരുന്നു. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. TVR ഷേണായി പറഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല. ഇന്ദിരാഗാന്ധി മനോരമയാണ് അവരുടെ അജണ്ട നിശ്ചയിച്ചിരുന്നത്. ആ ഒരു കാലം സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് മനോരമ എന്തു ചെയ്താലും ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ കേസുകളും അവർ ജയിച്ചിരുന്നു. അങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ കേസുകളെല്ലാം അവർ ജയിച്ചു പോകുന്നത്. പാപം യാക്കോബായ സഭ അരികുവൽക്കരിക്കപ്പെട്ടത്. പള്ളികളെല്ലാം ഓർത്തഡോക്സ് സഭയുടെ സ്വന്തമായി. അതിൻ്റെ എല്ലാം പിന്തുണ എന്ന് പറയുന്നത് ഈ മലയാള മനോരമ തന്നെയായിരുന്നു. അവരുടെ കഴിവാണത്. അവരുടെ അത്ര സർക്കുലേഷനുണ്ട്. എപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നു. ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും എല്ലാം പേടിച്ചിരുന്ന ഒരേ ഒരു പത്രമുണ്ടെങ്കിൽ അത് മലയാള മനോരമ മാത്രമാണ്. അവരുടെ ബൈബിളായിരുന്ന പത്രവും മലയാള മനോരമയാണ്. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രതാപം എന്ന് പറയുന്നത്. അതങ്ങനെയുള്ള ട്രഡീഷനുള്ളൊരു പത്രവുമാണ്. പിന്നെ സർക്കുലേഷൻ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാം, ബിസിനസ്സായിട്ട് തന്നെ. അത് വായിക്കുന്നവരിൽ 55% ഹിന്ദുക്കളാണ്. 45% ഉള്ളൂ ക്രിസ്ത്യാനികൾ വായിക്കുന്നവരിൽ. അവർ വായിക്കുന്നതന്നെ റബ്ബറിൻ്റെ വില അറിയാനും നിര്യാതരായ ആരൊക്കെയാണ്. കുടിയേറിയ കർഷകരുണ്ടല്ലോ. അപ്പോൾ കോട്ടയത്തും അവർ പോയ സ്ഥലങ്ങളിൽ മരിച്ചു വീഴുന്നവർ ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ പോലെ മൊബൈലില്ല. മനോരമയാണ് അതിൻ്റെ മൊബൈൽ ഫോൺ, സന്ദേശവാഹകൻ. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ തന്നെ ഉണ്ട്. പോട്ടെ, അതിലേക്കൊന്നും പോകാതെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാലമായിരുന്നു അത്. അതുപോലെ ഒരുപാട് കപടങ്ങൾ, വ്യാജങ്ങളൊക്കെ ഇവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മലയാള മനോരമയുടെ പത്രാധിപർ ഒരിക്കൽ ജയിലിൽ പോയി കിടന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയി കിടന്നത്. ഇതിപ്പോൾ അന്വേഷിച്ച് നോക്കിയാൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ഒരു ബന്ധവും മലയാള മനോരമയ്ക്കില്ല. ഇംഗ്ലീഷുകാർ തന്നെ ഇവിടെ തുടർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിരുന്നൊരു പത്രമാണത്. സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നമ്മുടെ മഹാത്മാവിനെ അവർ വിളിച്ചിരുന്ന മിസ്റ്റർ ഗാന്ധി എന്നാണ് ഇംഗ്ലീഷുകാർ വിളിക്കുന്നത് പോലെ. എന്നിട്ടോ ഇവർ ജയിലിൽ പോകേണ്ടി വന്നു. അതെങ്ങനെ? സർ CP രാമസ്വാമി അയ്യരുടെ കേരളം ഭരിക്കുമ്പോൾ ഇവരുടെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ഇവർ സ്പോൺസർ ചെയ്തൊരു ബാങ്ക്, കോയിലോൺ ബാങ്ക് എന്ന് പറഞ്ഞു. കേരളത്തിൽ വളരെ ഫേമസ് ആയിരുന്നത്. അതിൻ്റെ പണമിടപാടുകൾ ശരിയല്ല. ഇപ്പോൾ ഈ പകുതി വില സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയുള്ള സംഭവങ്ങളുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനായ സർ CP രാമസ്വാമി അതങ്ങ് പൊളിച്ചു. അതിലെ അനധികൃതമായിട്ടുള്ള ഇടപാടുകളുടെ പേരിൽ പൊളിച്ചു കഴിഞ്ഞപ്പോൾ മനോരമയുടെ പ്രതിഷേധം വന്നു. സർ CPയെ വിമർശിച്ചുകൊണ്ട് എന്തോ എഴുതി. അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ പത്രാധിപരെ പിടിച്ച് ജയിലിലാക്കിയതും പത്രം പൂട്ടിക്കുകയും ചെയ്ത് കുറച്ചാണ് ജയിലിൽ പോയി കിടന്നു. ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം നടത്തിയതാണ്, കേശവമേനോനുമായിട്ട് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഞങ്ങളും അതിനാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ഒരു തന്ത്രമാണ്. ഇവർക്ക് ബിസിനസ് താല്പര്യങ്ങളല്ല, ഒരു ദേശീയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. നിലയ്ക്കലിൽ അന്നോ സംഭവം അത് ശരിയാണ്. അവർ കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി നിയന്ത്രണം പാലിച്ചു. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ 55% വരുന്ന ഹിന്ദുക്കൾ ആ പത്രം ഉപേക്ഷിക്കും, പൊട്ടിപ്പാളീസാവും. അതുപോലെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ പലരും ഉപേക്ഷിക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കോളൂ, പത്രങ്ങൾ തന്നെ ഇപ്പം മനോരമയെല്ലാം മാതൃഭൂമിയിൽ ആരും വായിക്കാറില്ല, നെറ്റ് വഴിയാണ്. ഇപ്പോൾ ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ 2 പത്രങ്ങളും ഇല്ലാതെ മാധ്യമമാണ്. ബക്കാലകൾ എന്ന് പറയുന്ന ചെറിയ മാടക്കടകളിൽ നമുക്ക് കിട്ടുന്നത്. അതുപോട്ടെ, പത്രങ്ങൾ സർക്കുലേഷൻ വളരെ കുറഞ്ഞു.
ഇപ്പോൾ ആളെ വെച്ചിട്ട് സർക്കുലേഷൻ കൂട്ടാൻ മാർക്കറ്റിംഗ് ഓഫീസർമാരെ കമ്മീഷൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ് മലയാള മനോരമ. അല്ലെ, പ്രിന്റ് മീഡിയയ്ക്ക് മൊത്തത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയമാണത്. പിന്നെ ഓൺലൈൻ എഡിഷൻ അതൊക്കെ പോകുന്നുണ്ട്, അത് ആൾക്കാർ കാണുന്നുമുണ്ട്. ഇപ്പോൾ ചാനലിൻ്റെ കാര്യം ഇത് തന്നെ. ചാനൽ നമ്പർ 1 ചാനലാകുമെന്നും പറഞ്ഞാണല്ലോ വന്നത്. എവിടെ ചാനൽ കൊച്ചു ഇന്നലെ വന്ന ആൾക്കാർ, വലിയ പാരമ്പര്യമുള്ള ഈ പത്രത്തിന് അതിൻ്റെ ചാനലിനെ നമ്പർ 1 ആക്കാൻ കഴിഞ്ഞു. ഇന്നലെ വന്ന പയ്യന്മാർ ജേർണലിസത്തിൻ്റെ പോലും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായിരുന്ന ആൾക്കാരും ഒക്കെ തുടങ്ങിയ ചാനലുകൾ ഇതാ നോക്കൂ, ഉയർന്നു മനോരമയേക്കാൾ ഉയർന്ന റേറ്റിങ്ങിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക. അരുൺ നടത്തുന്ന റിപ്പോർട്ടർ വരെ മനോരമയേക്കാൾ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. മനോരമയുടെ വലിയ മഹത്തായ തറവാട് പാരമ്പര്യമൊന്നുമില്ല അവർക്ക്. പോട്ടെ. എന്നിട്ട് ഇവർ അങ്ങനെ ഒരു ആഖ്യാനം ചമയ്ക്കാൻ വേണ്ടിയിട്ട് സദാ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൂടാതെ ഇവർ ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്, ഇതാരോടും പറയില്ല. ഇവരുടെ വകയാണ് MRF എന്ന് പറഞ്ഞ ടയർ കമ്പനി. അപ്പോൾ ടയർ കമ്പനികളുടെ താല്പര്യം നോക്കാൻ വേണ്ടി റബ്ബറിൻ്റെ വിലയിൽ ഇടപെടുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. ഇതും ആരോടും പറയാറില്ല. മറുവശത്ത് ഇവർ അഭിനയിക്കുന്നത് എന്താ, ഞങ്ങൾ റബ്ബർ കർഷകരുടെ ഒപ്പമാണ്, അവർ വിശ്വസിച്ച് പത്രം വരുത്തും. റബ്ബറിൻ്റെ വില അറിയുന്നത് മനോരമ നോക്കിയാൽ, മാതൃഭൂമി നോക്കിയാൽ എല്ലാ ആൾക്കാരും ഇപ്പോഴും. അപ്പോൾ ഇവർ ഒരു ഹിപ്പോക്രസിയാണ് അവരുടെ വ്യവസായങ്ങളുടെ താല്പര്യമാണ്, കർഷകരുടെ ആണെന്നാണ് ഇവർ വരുത്തി തീർത്തിരിക്കുന്നത്. ഇതാണ് വാസ്തവം. ഇതുപോലെ തന്നെ രവിയച്ചൻ എന്ന് പറഞ്ഞ ഇവരുടെ സഭ, ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു അച്ഛൻ ബലാത്സംഗ കേസ് നടത്തിയപ്പോൾ ആ രവിയച്ചനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ മുന്നിട്ട് നിന്നവരാണ്. വ്യാജ വാർത്തകൾ പ്ലാൻ ചെയ്തു. അവർ രവിയച്ചനാണോ ജോളിയച്ചനാണോ? ജോളി എന്നുള്ളത് പെൺകുട്ടിയുടെ പേരല്ലേ? പേരാണ്. ജോളിയുടെ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നീട് അങ്ങനെയുണ്ട്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പ്ലാന്റഡ് സ്റ്റോറീസ് ഉണ്ടാക്കി എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. ബാലകൃഷ്ണ പിള്ളയെ ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റോറീസ് ക്യാമ്പയിനായിട്ട് തന്നെ നടത്തി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പത്രം. ഇപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് അവർ സ്റ്റോറികൾ, ധാരാളമായിട്ട് സ്റ്റോറി പ്ലാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ് പിടിച്ചടക്കിയ ചരിത്രം വേറൊരു പത്രവും ചെയ്യാത്ത പോലെ കോട്ടയം പ്രസ് ക്ലബ്ബ് ഇവർ പിടിച്ചടക്കിയ ചരിത്രവും ഇവരുടെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അവർ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ള ഒരു അന്വേഷണ വേട്ട നടത്തും. പരിസരത്ത് പോയി അന്വേഷിക്കും ഇവൻ കമ്മ്യൂണിസ്റ്റാണ്. എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള, അവരുടെ തറവാടുകാരുടെ പ്രതിജ്ഞ. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ ഒരിക്കലും വരരുതെന്നുള്ള പ്രതിജ്ഞ. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇവരുടെ പത്രാധിപ സമിതിയിൽ വരാൻ പാടില്ല. അതിനുള്ള അന്വേഷണം എന്താ? കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനെ പിന്നെ എടുക്കുകയില്ല അവർ. മനസ്സിലായോ? കമ്മ്യൂണിസം വരരുതെന്ന് ഉള്ളതാണ്. എന്നിട്ട് EMSനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് ലേഖനങ്ങൾ എഴുതും. മക്കാർത്തിയെ പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ളൊരു പത്രമാണത്. എന്നിട്ട് അതിൻ്റെ നാട്യങ്ങളോ EMSനെയൊക്കെ എന്തൊരു ആരാധന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും സ്റ്റോറികളും എഴുതുമ്പോൾ. അങ്ങനെ കാപട്ടി അന്ന് അവർ തന്നെയാണ് പന്തല്ലൂരിൽ പോയിട്ട് 400 ഏക്കർ അല്ലെ 800 ഏക്കർ ആ പാവപ്പെട്ട ക്ഷേത്രത്തിൻ്റെ വസ്തു എടുത്ത് എസ്റ്റേറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ പാട്ടക്കാലാവധി കഴിഞ്ഞിട്ട് മാന്യമായിട്ട് തിരിച്ചു കൊടുക്കണ്ടേ? ഇവർ തന്നെയാണ് പാവപ്പെട്ട ടോംസ് എന്ന മനുഷ്യൻ എഴുതിയ കാർട്ടൂൺ അവരുടെ സ്വന്തമാക്കി ഇപ്പോൾ അവരുടെ വാരികയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേസും അവർ ജയിച്ചു. കാരണം എല്ലാ കേസും മനോരമയാണ് ജയിക്കുക. പക്ഷേ പന്തല്ലൂർ കേസ് വന്നപ്പോൾ തൊട്ട് അവരുടെ അപജയം തുടങ്ങി. കാരണം എന്താ? ഇന്ന് ഇന്ദിരാഗാന്ധി അല്ല അധികാരത്തിൽ, ഇന്ന് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് മനോരമയുടെ സോപ്പും ഒന്നും വേണ്ട. പണ്ടൊക്കെ എന്തായിരുന്നു സംഭവം? ഇന്ദിരാഗാന്ധിയുടെ ഏത് കാര്യങ്ങളും സാധിക്കാൻ മനോരമയോട് ചോദിക്കും. മനോരമ പറയും ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഉമ്മൻചാണ്ടിയെ ഇത്രയും ആളാക്കിയത്, ബാലജനസഖ്യത്തിലൂടെ വളർന്ന ഉമ്മൻചാണ്ടിയെ ഇത്രയും വലിയ നേതാവാക്കിയത് ആരാണ്? മനോരമ. മലയാള മനോരമയുടെ പിന്തുണയാണ്. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു അത്. അവരത് സാധിച്ചെടുക്കും. അതിന് കഴിവും പ്രാപ്തിയുള്ള പത്രം തന്നെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ പിന്നോട്ടടിയാണ്. പത്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അപ്പോൾ ഏജൻറ്റുമാരെ അല്ല, കമ്മീഷൻ ഏജൻറ്റുമാരെ വെച്ചിരിക്കുകയാണ്. ഇത്രയും മൂലധനത്തിൻ്റെ 10-1 പോലും ഇല്ലാത്ത റിപ്പോർട്ടർ ഇവരെക്കാൾ മുന്നിലാണ് റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ദ വീക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ആകുമെന്നുള്ള വിചാരത്തോടു കൂടി പോയതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നുമല്ല ദി വീക്ക് എന്ന് പറയുന്നത്. വനിത ഇപ്പോഴും ശരിയാണ്, സ്ത്രീകൾക്കിടയിൽ ഏറ്റവും വലിയ ഹരവുമാണ്, നമ്പർ 1 ആണ്. ബാലരമയും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ബാക്കിയൊക്കെ എല്ലാ കാര്യത്തിലും ഇവരുടെ അഭിപ്രായങ്ങൾക്ക് പണ്ടത്തെ പോലെ വിലയില്ല. പക്ഷേ അതിൻ്റെ പുറത്താണ് ഈ കള്ളത്തരം. തോംസൺ ഫൗണ്ടേഷനിലൊക്കെ ട്രെയിനിങ് പോയി എന്നും പറഞ്ഞ് വാർത്തകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പറവിൽ ജോർജ് സൊറോസിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിലും ഇവർ പോകുന്നുണ്ട്. മാമൻ മാത്യു ആ പരമ്പര വരികയാണ്. KM മാത്യുവിന് ശേഷമുള്ള മാമൻ മാത്യു ആ പരമ്പര വരും. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ജയന്ത് മാമൻ മാത്യു എന്ന് പറയുന്നത്. അദ്ദേഹമാണിപ്പോൾ ചുമതല. മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പരമ്പരയായിട്ട് കൊടുക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ അതിലൊരു പടി കൂടി കടന്ന് ജോർജ് സോറോസിൻ്റെ സ്ഥാപനത്തിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളിൽ
നക്സലിസവും ടെററിസവും വളർത്തുക എന്നുള്ളതാണ് ജോർജ് സൊറോസിൻ്റെ സംഘടനയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരി ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും സാമ്പത്തിക സഹായം ചെയ്യാനുമുള്ള സംഘടനയിൽ അംഗമാണ് ജയന്ത് മാമൻ മാത്യു എന്ന് പ്രഖ്യാപിച്ചത് മലയാള മനോരമ പത്രം തുടങ്ങി. ആ പത്രത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് കർമ്മ ന്യൂസിൽ വാർത്ത വന്നത്. ആ വാർത്ത ഇതുവരെ മനോരമ നിഷേധിച്ചതായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയോട് ചെയ്യുന്ന, അറിഞ്ഞാണോ എന്നറിയില്ല, അറിഞ്ഞുകൊണ്ട് മനോരമ അങ്ങനെ ചെയ്യുമെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയാതെ അവർക്ക് പറ്റിയ ഹിമാലയൻ ബ്ലണ്ടറാണ്. അത് അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. ഇപ്പോഴും മനോരമ ഒരു രാജ്യവിരുദ്ധ പത്രമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ അവർ സന്നദ്ധരാകണം. കാരണം മലയാള മനോരമയെ അത്ര ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. മലയാളത്തിൻ്റെ സുപ്രഭാതം എന്നാണല്ലോ പറയുന്നത്. തിരുത്താനുള്ള ബാധ്യത അവർക്കുണ്ട്. അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്ക് ഈ വാർത്ത കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനോരമ അത് തിരുത്തണം. നമ്മൾക്കൊരു സന്തോഷമാകട്ടെ. മനോരമയെക്കുറിച്ച് നമുക്കുള്ള ഈ സംശയം ദൂരീകരിക്കാനുള്ള നടപടികൾ അവരുടെ പത്രാധിപ സമിതി തന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു പത്രമാണ്, അത് സ്വീകരിക്കണം. അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിരിക്കും. നമ്മളിത് ആരോപിക്കുന്നില്ല, പക്ഷെ ഞങ്ങളിപ്പോൾ സംശയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.